ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. മാർക്കറ്റ് ഇന്നലെ ജസ്റ്റ് ഒരു ചെറിയൊരു പോസിറ്റിവിറ്റിയിൽ നിന്നു. 25,000 മുകളിൽ നമ്മൾ ഇന്നലെ കയറി. 25,000 മുകളിൽ കയറിയതിന് ശേഷം ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. എന്നാലും നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് 24,960 ടു 25,000 ആണ് നമ്മളെപ്പോഴും സ്ഥിരം പറയുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് തന്നെയാണ് അത് നിൽക്കുന്നത്. സോ ദാറ്റ് ഇത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇവിടെ ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ലെവല് ഇതൊരു വാളാണെന്ന് വിചാരിക്കുക. ഈ വാളിലെ പിടുത്തം കംപ്ലീറ്റ്ലി വിട്ടു പോയിട്ടില്ല. ഇതിൽ ഇപ്പോഴും സ്റ്റിൽ ഈ പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് വാളിൽ തന്നെ ഈ ഒരു ടച്ചിൽ നിൽക്കുകയാണ്. ഇനി ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് തിരിച്ച് ഇത് താഴേക്കാണ് പോകുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു പിടുത്തം വിട്ടു പോവും. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റിനകത്ത് നിഫ്റ്റി നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തത് ഈ 960 മേളിലാണ്. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന സ്ലൈറ്റ്ലി ലോവർ പ്രൈസിലാണ്. അതിന് വിടാം, നമുക്ക് കംപ്ലീറ്റ്ലി വിടാം. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴും റെസിസ്റ്റൻസ് എന്താണ്? 960, 24,960, 25,000 എന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. നാസ്ഡാക്ക് ഫ്ലാറ്റാണ്. സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾ ടൈം ഹൈയിൽ നിൽക്കുവാണ്. സോ ദാറ്റ് ഒരു ചെറിയൊരു കറക്ഷൻ വരുന്നതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. സോ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് തേഴ്സ്ഡേയിൽ എക്സ്പയറി ഉണ്ട്, മന്ത്ലി എക്സ്പയറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താരിഫിൻ്റെ എൻഡ് പറഞ്ഞിരിക്കുന്നത് 27th ആണ്. അപ്പോൾ 27th ഐ തിങ്ക് ആ ഒരു നാളെ ആകുമ്പോഴേക്കും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ അറിയാൻ പറ്റും. സോ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നേക്കാം. ഇൻ കേസ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, ഉഴപ്പി വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ എങ്കിൽ 28 നമ്മുടെ വ്യാഴാഴ്ചത്തെ എക്സ്പയറി ഹൈലി വോളറ്റൈലായിരിക്കും, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. സോ ദാറ്റ് ഒരു പൊസിഷനും ഞാൻ ഓപ്ഷൻ പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. ലോങ് ടേമിലത്തേക്കും സ്വിങ്ങിലത്തേക്കുള്ള പൊസിഷൻസ് കയ്യിൽ ഹോൾഡിംഗ് ആണ്. ഇൻഫോസിസ് ഒക്കെ നല്ല പ്രോഫിറ്റിലാണ്. ഇൻഫോസിസ് HDFC ബാങ്ക് ബൈയിങ് പ്രൈസിന് കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. ബട്ട് ഒരു പെർസെൻറ്റേജിൻ്റെയൊക്കെ ഡൗൺ ആണ്, അത് കുഴപ്പമില്ല. 1.25% ഡൗൺ ആണ്, അത് കുഴപ്പമില്ല. ബാക്കി നമുക്കിതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കടന്നാൽ ഓൾമോസ്റ്റ് 2.25 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇന്നലെ ട്രേഡ് ചെയ്ത ഏരിയയാണ്. ഇന്നലെ നല്ലൊരു ഇതിൻ്റെ അനാലിസിസ്, ഈ ട്രേഡ് എങ്ങനെ എടുത്തു എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് ഒരു 10 മിനിറ്റത്തെ വീഡിയോ അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പോയി കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ട്, വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ ലോവർ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ ഒരു ഏരിയയിലാണ് ഇന്നത്തെ ലോവർ സൈഡ് എന്ന് പറയുന്നത്. 24,940, 930 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 930. ഓക്കെ, 930, 24,930, മേളിൽ 25,040. ഓക്കെ, ഇത് പ്രീവിയസ് ഹൈ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു ഏരിയയിലൊക്കെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ അതേ റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് പോയി ഹിറ്റ് ചെയ്തത്. സോ ദാറ്റ് ആ റെസിസ്റ്റൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് ഇതിന് താഴേക്കാണ് എന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് വീഴുന്ന ഒരു സിറ്റുവേഷനാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് 24,880 to 800 റേഞ്ച് നമുക്കവിടെ താഴേക്ക് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് മേളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ ലോയിലായിരിക്കും, ഈ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് കൺസിഡർ ചെയ്ത് കൊടുക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളിലുള്ള ഒരു പാറ്റേൺ അവിടെ കിടപ്പുണ്ട്. വെയിറ്റ് ചെയ്യുക എന്നുള്ളതിലല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ഓക്കെ, മാർക്കറ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുക. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയ്ക്ക് ശേഷം നോക്കിയാൽ മതി മാർക്കറ്റിനെ, അല്ലെങ്കിൽ ഇന്നലത്തെ ഓപ്പൺ റേഞ്ചിൻ്റെ ലോ നോക്കിയിട്ട് ട്രേഡ് ചെയ്താൽ മതിയാകും. ഈ ഒരു ഏരിയയിലൊക്കെ ഒരു റെസിസ്റ്റൻസ്, ഒരു സപ്പോർട്ട്, ഹിഡൻ സപ്പോർട്ട് കിടപ്പുണ്ട്. സോ ഇവിടെയൊന്നും ഹൈലി മാർക്കറ്റ് വീഴുന്നു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഷോർട്ട് ചെയ്യരുത്.
പതുക്കെ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റുന്ന, ഇന്നലെ നമ്മൾ ഒരു ട്രേഡ് എടുത്തില്ല, മാർക്കറ്റിൽ കയറി വരുന്ന ഒരു ട്രേഡിൽ ആദ്യത്തെ ക്വാണ്ടിറ്റി ഇവിടെ കുറച്ച് ആഡ് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഇത് കയറിയപ്പോൾ വീണ്ടും ഫണ്ട് ആഡ് ചെയ്ത് അതിനെ ബുക്ക് ചെയ്തതുപോലെ തന്നെ ഇന്നും അതേ പോസിബിലിറ്റി. ഇന്ന് എൻ്റെ മൈൻഡിനകത്ത് 2 ടൈപ്പ് ഓഫ് പാറ്റേൺ ആണുള്ളത്. ഒന്ന്, ഈ ബെയറിഷ് ട്രയാങ്കിൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇത് വന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇവിടെ നോക്കാം, ഇല്ലെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യുന്ന ഏരിയ ഈ ഒരു ഏരിയയിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ട്രേഡിനെയാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. നല്ല ഐഡിയാസ് വരുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് നിങ്ങളുടെ ട്രേഡിൻ്റെ കൺട്രോൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, തിരിച്ച് വരുമ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് എന്ന് നോക്കിയാൽ ഈ പറഞ്ഞ ലെവൽസ് തന്നെയാണ്. ഇത് ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ ഫസ്റ്റ് ഒരു 960 മേളിൽ ടു ഈ ഒരു ഏരിയ വരെ ഇതിനൊരു കയറിപ്പോകാനുള്ളൊരു റേഞ്ച് ഉണ്ട്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ഇതുവരെയുള്ളൊരു റേഞ്ച് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ശേഷം മുകളിലേക്ക് നോക്കിയാൽ ഈ ഒരു ടാർജറ്റാണ് ഇതിൻ്റെ യഥാർത്ഥ ടാർജറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട്, ഒരു ചെറിയൊരു ട്രെൻഡ് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പോയിട്ട് ഇത് നമ്മുടെ കയ്യിൽ എക്സ്പെക്റ്റേഷൻ അല്ല. മാർക്കറ്റിൽ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് മണി പമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇത് ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. മാർക്കറ്റ് സൈഡ് വേസ് പോവും, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ വരും എന്ന് പറയുമ്പോൾ അവർ ആദ്യം കറക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിനെ തിരിച്ച് പമ്പ് ചെയ്യിക്കുന്ന ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിനകത്ത്. എന്നാൽ നമുക്ക് പേഴ്സണലി എടുക്കാൻ പറ്റത്തില്ല, കാരണം ഫിയർ ഓഫ് റിസ്ക്. ആ ഒരു ട്രംപിൻ്റെ പ്രശ്നം കാരണം, അല്ലെങ്കിൽ ഒരു അവധി കിടപ്പുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നത്, എക്സ്പയറി തൊട്ടടുത്തായിട്ടുണ്ട്, റിസ്ക് എന്ന് പറഞ്ഞിട്ട് റീറ്റെയിലർ മാറി നിൽക്കുന്ന സമയത്ത് റീറ്റെയിലറിൻ്റെ പാനിക്കിന് ട്രേഡ് ആക്കുന്ന ആൾക്കാരും അവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോളജ് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പേഴ്സണലി അത്യാവശ്യം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന കാരണം കുറച്ച് ഹെക്ടിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇന്നും നാളെ എന്തായാലും അവധിയാണ്. ഇന്നപ്പോൾ ചിലപ്പോൾ ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇന്നലെ ക്രൂഡ് ഓയിൽ മനോഹരമായിട്ടുള്ളൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനും പേഴ്സണലി എടുത്തു. ഓക്കെ, ഇതായിരുന്നു ആ ട്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ട്രെൻഡ്. ഓക്കെ, ഇത് കാണുന്നുണ്ട്, ഇതൊരു ഫ്ലാഗ് ആയിരുന്നു. ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ്. ഞാൻ ഫ്ലാഗ് പാറ്റേൺ വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ് എന്നുള്ളത്. ഓക്കെ, ഈ ഫ്ലാഗ് പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഞാൻ പേഴ്സണലി കണ്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെയും ഒരു കുഞ്ഞു ഫ്ലാഗാണ്, ചെറിയൊരു ഫ്ലാഗാണ്. ഈ ട്രേഡിനെ ഞാൻ ക്യാച്ച് ചെയ്തു. അടുത്തൊരു ട്രേഡിലേക്ക് ഞാൻ പോയില്ല. പേഴ്സണലി എനിക്ക് പോകാൻ താല്പര്യമില്ല. ഓൾറെഡി രാവിലെ തന്നെ 2 ബ്രോക്കറിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 3ാമത്തെ ബ്രോക്കറാണ്. സോ ഇതും കഴിഞ്ഞിട്ട് ഇനിയും പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. സോ നിർത്താൻ തോന്നി, നിർത്തി എന്നുള്ളത് മാത്രമാണ്. അതിന് വീണ്ടും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. മോർണിംഗ് ടൈമിലും ട്രേഡ് ചെയ്ത് ഈവനിങ് ടൈമും ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം അതിനെ ട്രേഡ് ചെയ്യുന്നതിനോട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അത്. ഓക്കെ, അപ്പോൾ അടുത്ത് ക്രൂഡ് ഓയിലിൻ്റെ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത് 5708. ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇത് നോക്കി വയ്ക്കുക. ഇതിന് മുകളിലേക്ക് 44-48 റേഞ്ച് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, 5800 ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയാസ്. തിരിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഏരിയയ്ക്ക് താഴെ അടുത്ത് ഈ ഒരു ഏരിയ വരെ ഇതിനുള്ള ഒരു റേഞ്ച് കിടപ്പുണ്ട്. സോ ഇത് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് നിങ്ങളതിനെ അനാലിസിസ് ചെയ്യുക. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇൻഫോസിസ് ഗുഡാണ്. റിലയൻസ് 1440 മേളിൽ സ്വിങ് ചെയ്യാം. വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. HDFC ബാങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ കയ്യിലും ഹോൾഡിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഞാനും അത് ശ്രദ്ധിച്ചില്ല. ഇവൻ്റ് എന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്ത് നോക്കുമ്പോഴാണ് ഇവൻ്റിനകത്ത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സോ വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. മാർക്കറ്റ് നടക്കട്ടെ. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.